ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. യാത്രയെ സ്നേഹിക്കാത്തവരാരും ഉണ്ടാവില്ല, യാത്ര ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. ഓരോ യാത്രയും നമുക്ക് തരുന്നത് വലിയ ഊർജ്ജമാണ്. നമ്മളെല്ലാം യാത്ര ചെയ്യാറുണ്ട്, കാരണം നമുക്കൊക്കെ യാത്ര ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഭിന്നശേഷിക്കാരായ, അതായത് വീടകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന അങ്ങനെയുള്ളവരുടെ യാത്രയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. പെരിന്തൽമണ്ണ നഗരസഭ സാന്ത്വനം കേന്ദ്രത്തിൽ നഗരസഭയുടെ എല്ലാ സൗകര്യങ്ങളോടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികളാണെന്ന് വെച്ചാൽ അവിടെ നിന്നും ജീവിതത്തിൽ സ്വപ്നം കാണുന്നവർ, അവരെല്ലാവരും ചേർന്ന് ഹൈദരാബാദിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അതായത് 5 വാഹനങ്ങളിലും പിന്നെ ഒരു കാറിലുമായിട്ട് അവരുടെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പെരിന്തൽമണ്ണയുടെ നഗരപിതാവ് പി ഷാജിയാണ്. അവരുടെ യാത്രയ്ക്ക് ആശംസ നേരാനായിട്ട് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശനുണ്ട്. അതുകൂടാണ്ട് CPM-ൻ്റെ ഏരിയ സെക്രട്ടറി രാജേഷ് ഉണ്ട്. എല്ലാവരും ഉണ്ട്. DYFI ജില്ലാ സെക്രട്ടറി ശ്യാമുണ്ട്. ഏതായാലും ഈ യാത്ര മംഗളമാവട്ടെ. ഇവർ ഒരുപാട് വട്ടം യാത്ര ചെയ്തിട്ടുണ്ട്. കൊമ്പൻസ് എന്ന പേരിലാണ് ഇവരുടെ ഈ റൈഡേഴ്സ് അറിയപ്പെടുന്നത്. ഈ യാത്രയെക്കുറിച്ച് എന്താണ് ചെയർമാന് പറയാനുള്ളത്? മാത്രമല്ല നമുക്കൊക്കെ യാത്ര ചെയ്യാം, പക്ഷെ ഇവരുടെ യാത്രയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യാത്രയെക്കുറിച്ച് നമുക്കാർക്കും സന്തോഷം, അഭിമാനം ഉണ്ടാക്കുന്ന യാത്രയാണ്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അഭിമാനം കൊള്ളുമല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഈ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള നിമിഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ യാത്രയ്ക്ക് ഒരു തയ്യാറാവുക എന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവർ തയ്യാറാക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് നഗരസഭയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അഭിമാനം കൊള്ളിക്കുന്ന കാര്യം. നഗരസഭ കുറച്ച് കാലം മുമ്പായി ഇപ്പോഴും നടത്തി വരുന്ന സാന്ത്വനം ക്യാമ്പിൽ വെച്ച് ഉണ്ടായിട്ടുള്ള കൂട്ടായ്മയാണ് കൊമ്പൻസ് എന്ന് പറഞ്ഞ കൂട്ടായ്മ. ആ കൂട്ടായ്മ ഇന്ന് സഞ്ചരിക്കാത്ത മേഖലകളില്ല, അവരറിയാത്ത ആളുകളില്ല. കേരളത്തിന് പുറത്തും ഒക്കെ സുപരിചിതരാണ് ഇവർ. അവരുടെ ഏറ്റവും ദൈർഘ്യമേറിയായിട്ടുള്ള ദൂരം കൂടിയിട്ടുള്ള യാത്രയാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഇന്ന് ഹൈദരാബാദ് ആണെങ്കിൽ നാളെ അവർ മറ്റു മേഖലയിലേക്കും പോകാൻ ഈ യാത്ര ഒരു പ്രചോദനമാകുമെന്ന കാര്യത്തിൽ തർക്കമല്ല. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ളത് ഇവരെ ഇങ്ങനെ ഒന്നിച്ചു ചേർന്നു. എല്ലാം ഇവരുടെ കഴിവും അവരുടെ പിന്നെ സന്നദ്ധതയും തന്നെയാണെങ്കിൽ പോലും നമ്മളവരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞത് അതിലുള്ളൊരു അഭിമാനം നമുക്കുണ്ട്. മുൻകാലങ്ങളിൽ എല്ലാ കൗൺസിലുകളും ചേർത്ത് നിർത്തിയതുപോലെ നമ്മളവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അവരുടെ യാത്രയ്ക്ക് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതുവരെ കൂടെ നിന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സന്തോഷവും അഭിമാനം തന്നെ ഉള്ളത്. ഞാനിപ്പോൾ ഈ അടുത്താണ് ഹൈദരാബാദിൽ പോയത്, അതന്നെ പിന്നെ ചെയർമാൻ ആയതിനു ശേഷം. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പരിമിതി ഉണ്ടാവുന്നുണ്ട്, ഭിന്നശേഷിക്കാർക്ക് ഒരു പരിമിതി ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പരിമിതി ഒന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അവരൊന്നും പോകാത്ത ഇടങ്ങളിൽ എത്തിച്ചേർന്നവരാണ് നമ്മൾ കൊമ്പൻസ് ടീം. അതിൽ ഏറെ സന്തോഷം, അഭിമാനമാണുള്ളത്. ഏതായാലും ഇവർ ഈ മുച്ചക്ര വാഹനത്തിലാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ വഴി അവർ സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിന് എല്ലാ പിന്തുണയും പെരിന്തൽമണ്ണ നഗരസഭയുടെ ഉണ്ടാകും, സഹായമുണ്ടാകും. മാത്രമല്ല ഇവരുടെ യാത്രകളെല്ലാം വിവരങ്ങൾ കൃത്യമായി എവിടെ എത്തിയെന്ന് അന്വേഷിക്കാൻ പോലും ഈ നഗരത്തിൽ ഒരു ഭരണസമിതി ഉണ്ടാവും, നഗരപിതാവ് ഉണ്ടാവും. ആ ഉറപ്പും ആ സുരക്ഷിതത്വവുമാണ് അവർക്ക് ഈ യാത്രയ്ക്ക് പ്രചോദനമാകുന്നത്. ഏതായാലും അവരുടെ യാത്ര സഫലമാകട്ടെ, മംഗളമാകട്ടെ. കൂടുതൽ യാത്രകൾ ചെയ്യാൻ അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.